ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മായയുടെ വീട്ടിൽ നിന്ന് ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് അടുത്ത കാഴ്ചകൾ കാണാനായിട്ട് പോവാട്ടോ. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ തന്നെ വൈകുന്നേരം ആയിട്ടുണ്ട്. ഇനി നാളെ തിരിച്ച് വരികയും വേണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അപ്പോൾ അവിടുത്തെ തന്നെ നമ്മുടെ കസിൻ ജീപ്പ് എടുത്തിട്ട് വന്നിട്ട് നമ്മളെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇത് കുറച്ച് ഡേഞ്ചറായിട്ടുള്ള വഴികളാട്ടോ. ഇത് നമുക്ക് കാറിനൊന്നും പോകാൻ പറ്റിയ സ്ഥലമല്ല ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജീപ്പ് തന്നെ പറ്റുള്ളൂ. ജീപ്പ് ആണെങ്കിലും അത് ഓടിക്കണമെങ്കിലും നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആട്ടോ ഇതിൽ ജീപ്പൊക്കെ ഓടിച്ചിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വെള്ളച്ചാട്ടം കണ്ട്, ഇത് വെള്ളച്ചാട്ടമല്ല, ഒരു വലിയ കുത്തൊഴുക്കുള്ള പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ ശക്തമായിട്ട് വെള്ളം ഒഴുകണ ഒരു പുഴ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഭയങ്കര പേടിപ്പെടുത്തുന്ന സൗണ്ടാട്ടോ ഇതിൽ വരുമ്പോൾ. ഭയങ്കര കാടിൻ്റെ ഒരു വശ്യതയും ഒരു വന്യമായ സൗണ്ടൊക്കെ ആയിട്ട് അങ്ങനെ ഒഴുകണ വെള്ളമാണ്. ശരിക്കിത് ഞാനിപ്പോൾ വീഡിയോ മ്യൂട്ട് ചെയ്തിട്ടേക്കാണ്, മ്യൂട്ട് ചെയ്യാതെ കേൾക്കണം. പക്ഷേ ഞങ്ങൾ ഇതിനേക്കാളും വലിയ സൗണ്ടിൽ വണ്ടിയിലിരുന്നിട്ട് ഞങ്ങൾ ഒച്ചെടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ സൗണ്ട് ഇടാൻ പറ്റണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് മ്യൂട്ടാക്കിയിട്ടത്. അപ്പോൾ ഇത് കാണാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ ജീപ്പ് ഇതിനായിട്ട് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ജീപ്പിൽ ഇങ്ങനെ ഇത്ര പേരെ കയറ്റിയിട്ടാണ് ഇങ്ങനെ കൊണ്ടുപോയി ട്രിപ്പായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇത് അവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ് ഈ ഏരിയയിലുള്ളവരുടെ കുറച്ച് പേരുടെ. അപ്പോൾ അത് കാണാൻ വന്ന ജീപ്പുകളാണ് ഇതൊക്കെ. പിന്നെ ഇത് കൂടാതെ ഈ ഷവറിൽ നിന്ന് വെള്ളം വീഴുന്ന പോലെ വെള്ളം ചാടണ ഒരു വെള്ളച്ചാട്ടം എന്ന് അതിനെ പറയാൻ പറ്റില്ല, വെള്ളച്ചാട്ടം തന്നെയാണ്. പക്ഷെ അത് ചാടണത് ഇങ്ങനെ ചാറ്റൽ മഴ പോലെ, ഇങ്ങനെ നൂല് പോലെ ഷവറിൽ നിന്ന് വെള്ളം ചാടും പോലെ കേട്ടോ. കണ്ടോ? അപ്പോൾ ഈ രണ്ട് കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. ഈ രണ്ട് സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല, ഭയങ്കര തിരക്ക്, നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ ജീപ്പിൽ തന്നെ ഇരുന്നിട്ട് ഇതിങ്ങനെ ആസ്വദിച്ചിട്ട് പോവാണ്. ഭയങ്കര ഇതിവിടെയൊക്കെ തന്നെ നമുക്ക് സന്ധ്യ സമയമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വന്ന് നിന്നാൽ പേടിയാവട്ടെ, അത്ര സൗണ്ടാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗം സൗണ്ടാക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മ്യൂട്ടാക്കാത്ത കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കേട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും, അത്ര പേടിയാവും നമുക്ക്. പക്ഷേ അതിലും ഞങ്ങളുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. എങ്കിലും ഞാൻ കുറച്ച് അങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വന്നപ്പോൾ കണ്ടില്ലൊരു പാലം, അവിടെ നിന്ന് വന്ന വെള്ളം. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ഭംഗിയാണല്ലേ പ്രകൃതിയുടെ ഓരോ കാഴ്ചകളും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ മായിയുടെ വീട് എത്തിയപ്പോൾ അവിടെ നിന്നിട്ട് നേരെ മുകളിലേക്ക് കാണിച്ചില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ കുന്നും വലിയ മലയൊക്കെയാണെന്ന്. ആ മലയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോണത്. അപ്പോൾ ഹെയർ പിന്ന് കയറിയിട്ട് ആ മലയിലൂടെയാണ് ഇപ്പോൾ ഈ റോഡും, അങ്ങനെ പാറ വെട്ടി ഉണ്ടാക്കിയ റോഡാണെന്ന് തോന്നുന്നത്. അത് ഇതിങ്ങനെ വളഞ്ഞിങ്ങനെ ഹെയർ പിൻ കയറി ഇനി മുകളിലേക്കാട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല റോഡ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗി ഇവിടെയൊക്കെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ പിടിച്ച് പോവാണ്. ഒരു വലിയൊരു മലയുടെ മുകളിലൂടെയാണ് നമ്മൾ പോണതെന്ന് ഇപ്പോൾ നമ്മൾ ഈ ജീപ്പിലിരിക്കുമ്പോൾ നമുക്ക് തോന്നില്ല. പക്ഷെ നമ്മൾ താഴെ ഇറങ്ങി വന്നിട്ട് മേപ്പോട്ട് നോക്കുമ്പോൾ ഈ മലയുടെ മുകളിലാണ് നമ്മൾ പോയി വന്നതെന്ന് അത്ഭുതം തോന്നും കേട്ടോ. അങ്ങനത്തെ പാറയുടെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നല്ല റോഡ്, നല്ല ഭംഗി. അപ്പോൾ ഞാനിങ്ങനെ അത് മുഴുവൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പോയിട്ടോ. പിന്നെ ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഏരിയകളുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കരിമ്പിൻ്റെ വേസ്റ്റൊക്കെ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാണാൻ പറ്റും. ഇതിപ്പോൾ അടുത്ത ഹെയർ പിൻ കയറിയിട്ട് ഇനി നമ്മൾ മുകളിലേക്ക് പോകുന്നതാണ്.
അപ്പോൾ മായി ഇങ്ങനെ വണ്ടിയിലിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയണ്ട കേട്ടോ. അപ്പോൾ ഈ റോഡ് ഉണ്ടാക്കിയതും ഈ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എൻജിനീയറിനെ ജീവനോടെ തന്നെ കുഴിച്ചു മുടി എന്നൊക്കെയായിട്ട് പറയണത്. അങ്ങനത്തെ പഴയ ചരിത്രങ്ങളൊക്കെയാണ്. അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾ ഈ പോണതൊക്കെ ഇങ്ങനെ മറയൂർ ശർക്കരയുടെ ശർക്കര ഉണ്ടാക്കണ കരിമ്പൊക്കെ സ്റ്റോർ ചെയ്തിട്ട് ഓരോ ഏരിയയിൽ ശർക്കര ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളതുകൊണ്ട് ഈ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമ്മൾ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കയറാമെന്നുള്ള രീതിയിൽ പോയി, പക്ഷേ തിരിച്ചിതിൽ വന്നില്ല. ശർക്കര ഉണ്ടാക്കുന്നിടത്ത് നമ്മൾ കയറിയിട്ടില്ല. നമ്മൾ പോണ വഴിക്ക് കണ്ടു പോയിട്ടുണ്ട്. അങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്തിയപ്പോഴത്തേനും വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ കുറച്ച് സമയമുള്ളൂ, കൂടുതൽ കാര്യങ്ങൾ കാണാനുണ്ട്, രാവിലെ തിരിച്ച് വരികയും വേണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭ്രമരം സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലത്തേക്കാട്ടോ. അപ്പോൾ അവിടെ ഭ്രമരം പോയിൻ്റ് തന്നെയാണ് ഇപ്പോൾ ആ സ്ഥലത്തിന് പേരിട്ടേക്കണത്. അപ്പോൾ ആദ്യമൊന്നും അങ്ങോട്ടേക്കൊന്നും വേറെ എന്തെങ്കിലുമൊക്കെ പേരുള്ള സ്ഥലമായിരിക്കും, ആരും അങ്ങനെ പോവാത്ത സ്ഥലങ്ങളാണ്, അതൊക്കെ ഓഫ് റോഡാണ്. പക്ഷേ ഇപ്പോൾ ആ സിനിമ വന്ന പിന്നെ ആ സ്ഥലമൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിന് പേരും വന്നു ഭ്രമരം പോയിൻ്റ് എന്ന്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോണതാണ്. അപ്പോൾ അങ്ങടേക്കും ഇങ്ങനെ കുറേ ജീപ്പുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ജീപ്പിലും ഇങ്ങനെ ആളുകളെ കയറ്റി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ശർക്കര ഉണ്ടാക്കുന്ന ഏരിയകളാണ്. പിന്നെ എൻ്റെ നാട് പെരുമ്പാവൂരാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ നാടിന് ഫേമസ് ആയിട്ടുള്ളത് പ്ലൈവുഡ് വ്യവസായത്തിന് പേര് കേട്ട നാടാട്ടോ. ഒരുപാട് ഹിന്ദിക്കാരൊക്കെ ജോലി തേടി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഒരുപാട് പ്ലൈവുഡ് കമ്പനികളും ഉണ്ട്. അപ്പോൾ അങ്ങടേക്കൊക്കെ ഉള്ള മരം ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന മരങ്ങളൊക്കെ അതിന് പറ്റിയ മരങ്ങളാണെന്നാണ് അങ്ങനെ വണ്ടിയിലിരുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന മരങ്ങളൊക്കെ വെട്ടി ഇനി നിങ്ങളുടെ നാട്ടിലേക്ക് വരും എന്നാണ് പറയണത്. അപ്പോൾ കുറേ തടി ലോറികൾ ഇങ്ങനെ പോണത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ മരങ്ങളൊക്കെ വെട്ടുമ്പോൾ വേറെ വെച്ച് പിടിപ്പിക്കുകയായിരിക്കും, എങ്ങനെയാണോ. എന്തായാലും ഈ മരങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതും കാണാൻ നല്ലൊരു ഭംഗിയല്ലേ. നല്ല റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ മരക്കൂട്ടങ്ങൾ ഇങ്ങനെ കണ്ട് പോവാണ്. പിന്നെ ഇവിടെ പഴത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ ആപ്പിള്, സബർജില്ല, ഓറഞ്ച്, ഇതിൻ്റെയൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഫ്രൂട്ട് ഫാം. പക്ഷേ 5 മണിയാകുമ്പോഴത്തേനും അത് അടച്ചു പോകുമല്ലോ, സർക്കാരിൻ്റെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് കാണാൻ പറ്റിയിട്ടില്ല, അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നിവിടെ നിന്നിട്ട് 2 ദിവസം നിന്ന് ഇതൊക്കെ കണ്ടിട്ട് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ വന്നൂടെ എന്നൊക്കെ ആയിട്ടോ വണ്ടിയിലിരുന്ന് മായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഒറ്റ ദിവസത്തെ പരിപാടിയിൽ നമ്മൾ കാര്യം നടത്തിയിട്ട് പോരുകയാണ്. അപ്പോൾ നമ്മുടെ പുറകെ ഒരു മിന്നാമിന്നി പോലെ ഒരു ജീപ്പ് വന്നത് ഞാൻ വെറുതെ വീഡിയോ എടുത്താട്ടെ. ഇതുപോലെ പല ടൈപ്പിൽ പല ഡെക്കറേഷൻ ചെയ്ത ജീപ്പുകളാണ് ഇങ്ങനെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജീപ്പിന് ഭയങ്കര ലൈറ്റൊക്കെയാണ്. അപ്പോൾ മായി ആട്ടത്. അങ്ങനെ നമ്മൾ ഭ്രമരം ഷൂട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കോൺക്രീറ്റ് ഇട്ടിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഭ്രമരം പോയിന്റ്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെറും മൺപാതയായിരുന്നു, അതായത് ജീപ്പ് മാത്രം പോണ വഴിയായിരുന്നു. ഇപ്പോൾ എല്ലാ ആളുകളും വന്ന് തുടങ്ങിയതുകൊണ്ട് ഇവിടെ കോൺക്രീറ്റ് ഇട്ടേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കണുള്ളൂ, അതുകൊണ്ട് ഇതിൽ ജീപ്പ് ഇറക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിൽ ജീപ്പ് ഇറക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ നടന്നാണ് പോണത്. ഒരു കണക്കിന് അത് നന്നായി. ഇതിലേക്ക് ജീപ്പ് കുത്തനെ ഇറക്കാണ്, എങ്ങനെ ഇറക്കിക്കൊണ്ട് പോകുമോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.